വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയം മുസ്ലിം സമുദായത്തിന്റെ ഹിതം നോക്കിയാകണം എന്ന് കോൺഗ്രസിനോട് സമസ്ത. മുസ്ലിം സമുദായവുമായി ആശയവിനിമയം നടത്താൻ ശേഷിയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കണം. ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട. സമുദായത്തെ പരിഗണിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് വയനാടൻ ചുരം കയറാൻ വല്ലാതെ വിയർക്കേണ്ടി വരുമെന്നും SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. റഹീസ് റഷീദ് വിവരങ്ങൾ നൽകും. റഹീസ്, എന്താണ് അതിന്റെ പൂർണ്ണമായ വിവരം? അരുൺ, കഴിഞ്ഞ ദിവസം വയനാട് സീറ്റിലടക്കമുള്ള മുഴുവൻ സീറ്റുകളിലും പിന്തുണ തേടി KPCC നേതാക്കൾ സംസ്ഥാന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അന്ന് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വനിതാ സ്ഥാനാർത്ഥി വേണ്ട വയനാട്ടിലേക്ക് എന്നതായിരുന്നു. ഇന്ന് കുറച്ചുകൂടി അവർ കാര്യങ്ങൾ വ്യക്തമായി സംസ്ഥയുടെ നേതാവ് സത്താർ പന്തല്ലൂർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സംസ്ഥയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട എന്നതാണ്. അതിന് അവർ പറയുന്ന കാരണം ഇതുവരെ ചർച്ചകളിലുള്ള പേരുകളൊന്നും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ പോലും സമുദായത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല. MA ഷാനവാസ് അത്തരത്തിലൊരു ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ തന്നെ കോൺഗ്രസിന് വിജയം ഉറപ്പുള്ള അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിന്ന് വിജയം ഉറപ്പുള്ള ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. അതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും അതിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഒരു പാലമായി നിന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാനും കഴിയുന്ന ഒരാൾ വേണമെന്നതാണ് അവരുടെ ആവശ്യം. അവരുടെ മനസ്സിൽ വയനാട് സീറ്റ് നിലവിൽ I വിഭാഗമാണ് ഇതുവരെ മത്സരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ I വിഭാഗമാണ് മത്സരിക്കുന്നതെങ്കിൽ വേങ്ങരയിൽ ഉള്ള KPCC സെക്രട്ടറി KP അബ്ദുൽ മജീദ് എന്നതാണ് സമസ്തയുടെ മനസ്സിലുള്ളത്. അതല്ല A വിഭാഗമാണ് മത്സരിക്കുകയാണെങ്കിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദീഖ് മത്സരിക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഇത് കോൺഗ്രസ് നേതൃത്വത്തെ അവർ അറിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്.